Morning Qatar. Good morning, Qatar. With RJ Shiffin, RJ Tushara and RJ Rathi. Good morning, Qatar. നമ്മുടെ ഫൈനൽ എക്സാം സമയത്ത് എക്സാം എഴുതാൻ പറ്റാതിരുന്നാൽ എന്ത് ചെയ്യും? പണ്ടൊക്കെ മറ്റൊരാളുടെ സഹായം ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു AI ഡിവൈസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ചുണക്കുട്ടികൾ. എന്റെ കേരളം എക്സ്പോ 2025 ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ ഈ സംസാരിക്കുന്ന വാക്കുകളെ കൈയെഴുത്തുകളാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. അതായത് ടോക്ക് ടു റൈറ്റ് എന്നുള്ള ഒരു സിസ്റ്റം അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അജയ് ആൻഡ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. കോളേജിലെ ഞങ്ങളുടെ മെയിൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു പ്രൊജക്ട് ആണിത്. പ്രൊജക്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോളേജിൽ തന്നെ ടീച്ചേഴ്സ് എന്റെ കേരളം എക്സ്പോയ്ക്ക് വേണ്ടി ഇതിനെ നല്ല പ്രൊജക്ട് ആയതുകൊണ്ട് കൊണ്ടുപോകാം എന്നൊരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ ലിങ്ക്ഡിൻ പോസ്റ്റ് ചെയ്തതാണ് എന്റെ അക്കൗണ്ടിൽ വീഡിയോ എടുത്ത്. അപ്പം അതിന് കുറെ അങ്ങനെയാണ് അത് റീച്ച് ആയി പോയത്. സന്തോഷമുണ്ട്. ഇത് ഞങ്ങൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഹാൻഡ് മൊബിലിറ്റി ഇല്ലാത്തവർക്ക് ഈ സ്ക്രൈബ് എഴുതുക അങ്ങനെ ഒരു ഇതുണ്ട് എക്സാംസിനൊക്കെ. അതാണ് ഞങ്ങൾ മെയിൻലി സോഷ്യലി റിലവന്റ് ആയിട്ടൊരു ടോപ്പിക് ആയിട്ടാണ് ഞങ്ങളിത് തെരഞ്ഞെടുത്തത്. അപ്പൊ അവർക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും മൊബിലിറ്റി ഇല്ലാത്തവർക്കും എക്സാംസ് സ്ക്രൈബിന് മറ്റൊരാളുടെ സഹായത്തോടെ എക്സാം എഴുതാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളിത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ അജയന്റെ കൂടെ ഇനിയിപ്പോ ആരൊക്കെയാണുള്ളത്? 4 പേരുടെ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തത്. എന്റെ കൂടെ ആകാശ്, അപർണ, രൂപക്ക് ചേർന്ന ഒരു 4 പേരുടെ ടീമാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൂടെ ആരാണ് ഇനിയിപ്പോ നമ്മുടെ സംസാരിക്കാം? ഈ ആകാശ്. വളരെ സന്തോഷമുണ്ട്. ഇതൊരു പ്രോട്ടോടൈപ്പ് ഫേസ് ആണ്. ഫർദർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കാൻ പറ്റും. കോളേജ് നല്ല സപ്പോർട്ടായിരുന്നു. കോളേജ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആണെങ്കിലും ഞങ്ങളുടെ അഡ്വൈസേഴ്സ് ഒക്കെ ആണെങ്കിലും വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നു. മെയിൻലി ഞങ്ങളൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതി അല്ലാതെ മെയിൻ പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ മെയിൻ പ്രൊജക്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കണം എന്നുള്ള രീതിയിലല്ലായിരുന്നു ഫസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ലാസ്റ്റ് ആയി ഇതിന്റെ ഒരു പബ്ലിസിറ്റിയും ആൾക്കാർക്കുള്ള ഒരു അപ്പീലും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മാത്രം നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിക്കാൻ പറ്റിയത്. ഓക്കെ, സൂപ്പർ. നമുക്കിനി അടുത്ത ടീം മെമ്പറിലേക്ക് കൂടി പോയാലോ? ആരായിരുന്നു? ഹലോ, എന്റെ പേര് അപർണ. അപർണയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ വിഷസ് അറിയിക്കുന്നു. ഇനി അറിയേണ്ടത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് എപ്പോഴായിരുന്നു? അതായത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ എക്സാം ടൈം ആയപ്പം ഒരു ആക്സിഡന്റ് പറ്റി കൈ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. സോ അപ്പൊ അവനാണെങ്കിൽ ഇങ്ങനെ, ഞങ്ങൾക്കാണെങ്കിൽ സീരീസ് എക്സാം ആണ്. സോ ഞങ്ങൾക്ക് അവനിങ്ങനെ ആ ഒരു സ്ക്രൈബ് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടു. സോ എക്സാം ടൈം ആകുമ്പോ തന്നെ പെട്ടെന്ന് നമുക്കൊരു ജൂനിയേഴ്സിനെ അല്ലെങ്കിൽ സ്ക്രൈബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ അതിനുവേണ്ടി അവനിങ്ങനെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ. എന്തുകൊണ്ട് ഒരു ഹാൻഡ് റൈറ്റിംഗ് മെഷീനപ്പുറം ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി തുടങ്ങി. സോ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത്. എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു മെഷീൻ ഉണ്ടാക്കി കൂടാ എന്നുള്ള ഐഡിയ നിന്നാണ് ആ സംഭവം വന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇതില് ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. Radio Malayalam 98.6 FM, the most popular radio station in Qatar.